സ്വപ്ന ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയമുട്ടു. ബുധന്റെ രാശി മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ബുധൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മിഥുനക്കൂറിലാണ്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ സ്വക്ഷേത്രമാണ്. സ്വക്ഷേത്രത്തിൽ നിന്ന് മാറി കർക്കടക രാശിയായിട്ടുള്ള ബുധന് ഒരു ശത്രുവുള്ളൂ, അത് ചന്ദ്രനാണ്. ചന്ദ്രൻ ക്ഷേത്രമാണ് കർക്കടകം. ശത്രു ക്ഷേത്രമായിട്ടുള്ള കർക്കടകത്തിലേക്കാണ് മാറുന്നത്. കർക്കടകത്തിലേക്ക് മാറുന്ന ശുക്രൻ ജൂൺ 22 മുഴുവനും, അതായത് ജൂൺ 22 പറയുമ്പോൾ അതിലൊരു 8 ദിവസവും പിന്നെ ജൂൺ കഴിഞ്ഞാൽ പിന്നെ അത് ജൂലൈയാണ്. ജൂലൈ മുഴുവനും 30 ദിവസവും, അതിൽ 30ഉം 8 38, ഓഗസ്റ്റ് 30, അപ്പോൾ അത്രയും 68 ദിവസം നിൽക്കുന്നുണ്ട്. ഇതാണ് പറയുന്നത്. ശുക്രൻ ഒരിക്കൽ ബുധനും ശുക്രനും കൂടി മത്സരിച്ച് നിന്നുണ്ടായിരുന്നു നീചാവസ്ഥയിൽ മീനൻ രാശിയിൽ ഒരു ഏകദേശം 2.5 മാസം 3 മാസക്കാലം. ഓരോ ഗ്രഹങ്ങളുടെ സ്വഭാവ രീതി മനസ്സിലാക്കാമെന്ന് പറയുന്നത്. ഇപ്പോൾ കർക്കിടകത്തിൽ നീചത്തിലാണ് ആൾക്ക് സുഖം പിടിച്ച് നിന്നിരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കർക്കിടകത്തിലാണ് സുഖം പിടിച്ച് നിൽക്കാൻ പോകുന്നത് ശത്രുക്ഷേത്രത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് പറയുന്നത് ഗ്രഹത്തിൻ്റെ ഓരോ. പക്ഷേ ഇതിലെന്താ വെച്ച് പറഞ്ഞാൽ കർക്കിടകത്തിൽ ഇത്രയും സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ എങ്ങനെ ഇത്രയും ദിവസം എന്ന് വെച്ച് പറഞ്ഞാൽ അവിടെ വക്രഗതി ഉണ്ടാവും. അത് ഗ്രഹസ്ഫുടം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഗ്രഹസ്ഫുടം എന്നത് പഞ്ചാംഗത്തിൽ ഗ്രഹസ്ഫുടം എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇന്നത്രാം തീയതി. അപ്പോൾ ജൂൺ 22 മാറുന്ന ബുധൻ ആഗസ്റ്റ് 30 വരെയ്ക്ക് അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ജൂലൈ സമയത്തുള്ള പഞ്ചാംഗത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹസ്ഫുടത്തിൽ പുറകോട്ട് രാശിമാനം നോക്കുന്ന സമയത്ത് ഇത്ര ഭാഗം ഇത്ര കല എന്നുള്ളതൊക്കെ കാണും. അപ്പോൾ അതിൽ കുറവ് വരുവാണ് സാധ്യത. അപ്പോൾ തിരിച്ച് സഞ്ചരിച്ചിട്ട് പിന്നെ വീണ്ടും സഞ്ചരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാലയളവിലാണ് ഇവർക്ക് സമയദൈർഘ്യം കൂട്ടിക്കിട്ടി ഒരു രാശിയിൽ തന്നെ സഞ്ചരിക്കാൻ പറ്റും. ഒരു രാശിയിൽ തന്നെ 3 നക്ഷത്രങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ കർക്കിടക രാശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കർക്കിടകത്തിൽ പൂയമുണ്ട്, ആയില്യമുണ്ട്, പൂർണ്ണത്തിൻ്റെ അവസാനത്തെ കാൽഭാഗമുണ്ട്. ആദ്യം അതിലേക്കാണ് കാലെടുത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ രാശി വിട്ട് കഴിഞ്ഞാൽ അടുത്ത കാലെടുത്ത് വയ്ക്കുന്നത് പുണർതം നക്ഷത്രത്തിലാണ്. പുണർതം നക്ഷത്രത്തിൽ തന്നെ കാൽഭാഗം ഫുള്ളായി സഞ്ചരിച്ചിട്ട് പൂയ നക്ഷത്രത്തിലേക്ക് കയറുമ്പോൾ ഏകദേശം 10 ദിവസം കഴിയുമ്പോൾ ആളൊന്ന് തിരിച്ച് വീണ്ടും പൂയത്തിൻ്റെ ആദ്യ പടിയിലെത്തും. പിന്നെ വീണ്ടും പൂയ നക്ഷത്രം മുഴുവൻ സഞ്ചരിച്ച് ആയില്യത്തിലേക്ക് വരും. ആയില്യം ഏകദേശം ഒരു 20 ദിവസം അങ്ങനെ ആകുന്ന സമയത്ത്, 20-ാം തീയതി ആകുന്ന സമയത്ത് വീണ്ടും പുറകോട്ട് സഞ്ചരിച്ച് ആയില്യത്തിൻ്റെ ഫസ്റ്റ് വന്നെത്തിയിട്ട് വീണ്ടും സഞ്ചരിക്കുന്ന സമയത്തേക്ക് ഏകദേശം ഈ സമയമാവും, ആഗസ്റ്റ് 30 ആവും എന്നുള്ള പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോഴും ഗുണം കിട്ടുന്ന ഭാവങ്ങളും രാശികളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുധൻ്റെ കാരകത്വം വിദ്യാകാരകത്വമാണ്, കണക്കിൻ്റെ ആധിപത്യമുള്ള കാരകത്വമാണ്, ജ്യോതിഷ കാരകത്വമാണ്, ശാസ്ത്ര ഗവേഷണ കാരകത്വമാണ്. വിദ്യയിൽ വിദ്യ നേടുന്ന അവനാണ്. വിദ്യയിൽ വിദ്യ നേടുക എന്ന് വെച്ച് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതാണ്. എത്ര പഠിച്ചാലും മതിയാകില്ല എന്ന് പറയുന്നു. ഉച്ച രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ചിങ്ങൻ രാശി വരികയും 2-ൽ ഉച്ചസ്ഥനായിട്ടുള്ള ബലവാനായിട്ടുള്ള ഗ്രഹം കന്നിരാശിയിൽ നിൽക്കുകയും ആ കന്നിരാശിയിൽ തന്നെ വർഗോത്തമസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവൻ ഉന്നത വിദ്യാഭ്യാസ യോഗം കിട്ടുന്ന പറയുന്നത്. പക്ഷെ ആ ഉന്നത വിദ്യാഭ്യാസം നിൽക്കുന്ന സമയത്ത് വിദ്യാകാരകനായിട്ടുള്ള ഇന്നൊരു ഗ്രഹം കൂടിയുണ്ട്, വ്യാഴം കൂടി ഇഷ്ടസ്ഥാനത്തിലാണെങ്കിൽ ഈ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അവൻ പൂർണ്ണ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിരിക്കും എന്നാണ് പറയുന്നത്. എത്ര പഠിച്ചാലും മതിയാകില്ല എന്നാണ് പറയുന്നത്. പഠിച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് എത്രയോ ആളുകളെ പരിചയപ്പെടാം. 45-50 വയസ്സ് വരെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരു 38 വയസ്സ് ഏകദേശം ആകുന്ന സമയത്ത് ഒരു ഡോക്ടർ നല്ല വരുമാനം വിട്ടിട്ട് ഒരു ഫിസിഷ്യനാണ്, നല്ല വരുമാനം. ആ ഹോസ്പിറ്റലിൻ്റെ നെടുന്തൂണ് തന്നെ പറയാം. നെടുന്തൂണ് പറഞ്ഞാൽ അയാളെ വിശ്വസിച്ചാണ് ഹോസ്പിറ്റലിലുള്ള ആളുകൾ മുഴുവനും വരുന്നത് എന്ന് തന്നെ പറയാം. ആ നെടുന്തൂണായിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് ആൾ കാർഡിയോളജിസ്റ്റ് പഠിക്കാൻ പോകുന്നു. 38-ാമത്തെ വയസ്സിൽ കാർഡിയോളജിസ്റ്റ് പഠിച്ചു. ഇപ്പോൾ ഏകദേശം 6 കാർഡിയോളജിസ്റ്റ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അത് കാരണം തന്നെയാണ് പറയുന്നത്. സുഹൃത്തുക്കൾ തന്നെ സുഹൃത്ത് ബന്ധം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് ഈ ബുധൻ്റെ കാരകത്വം എന്ന് പറയുന്നത്.
അപ്പോൾ ബുധന് കാരകത്വം വെച്ചാൽ ബുധൻ വിട്ടപുള്ളിയല്ല, പക്ഷെ ഭയങ്കര സൗമ്യ സ്വഭാവമുള്ള ആളാണ്. ബുധൻ പാപഗ്രഹങ്ങൾ കൂടാതെയും മൗഢ്യമില്ലാതെയും ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്വഭാവമുള്ള ഗ്രഹം വേറെ ഒന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ കർക്കിടക രാശിയിൽ ശത്രുക്ഷേത്രമാണെങ്കിൽ അതിന് ബുധന് ശത്രുക്കളില്ല, ചന്ദ്രനാണ്. ചന്ദ്രനിലുണ്ടായ മകനാണ് ബുധൻ എന്നാണ് പറയുന്നത്. അത് കാരണം തന്നെയാണ് ഈ സൂര്യനിലുണ്ടായ പുത്രനാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ തന്തിയും തള്ളിയും കൂടിയിട്ടാണ് വഴക്കുന്നതെന്ന് പറഞ്ഞ മാതിരി ചന്ദ്രൻ്റെ മാതാവായിട്ടാണ് കണക്കാക്കുന്നത്, സൂര്യൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരാപുത്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ബുധൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഈ